ഇപ്പം തിയേറ്ററിൽ ആ റെസ്പോൺസ് കാണുന്നു, ഇറങ്ങി വരുന്നു, ചെറിയൊരു ടീയേഴ്സ് ഒക്കെ വരുന്നു. ദാറ്റ് സാറ്റിസ്ഫൈഡ് ആക്ടർ എന്ന് നമുക്ക് കാണുമ്പം തോന്നുന്ന ഒരു ഫീൽ ആയിരുന്നു. അപ്പൊ ആ റെസ്പോൺസ് കിട്ടി തിയേറ്ററിനകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എക്സാക്ട്ലി ആ ഒരു ഫീൽ ഒരു വൺ വേർഡിൽ പറയാൻ പറഞ്ഞത് എന്തേ? സാറ്റിസ്ഫാക്ഷൻ അല്ലേ? ഉറപ്പായിട്ടും അതെ. ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ എന്താണ് ഒരു സിനിമ കാണാൻ വരുമ്പോൾ ആഗ്രഹിക്കുന്നത്, അത് കൊടുക്കാൻ പറ്റി എന്നുള്ളത്. ആ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന തിയേറ്ററിൽ നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും. അതല്ലാത്ത ആളുകൾ, ക്രിട്ടിക്സ് ഉണ്ടായിരുന്നു, മീഡിയ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ റെസ്പോൺസ് ജെനുവിൻ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അറിയാം ഇനി ഇതിനു വേണ്ടി പണിയെടുക്കണം വേണ്ടയോ എന്നുള്ളത്. പക്ഷെ അത് ഭയങ്കര ഒരു സന്തോഷം തന്നൊരു മൊമെന്റ് ആയിരുന്നു അത്. ഇപ്പൊ മാസിഫിക്കയുടെ ആയാലും അതുപോലെ വിജയേട്ടന്റെ ആയാലും ഒരു കോംബോ വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയുണ്ട്. ഇതുവരെ ചെയ്ത് വെച്ച പടങ്ങളായാലും അത് ഹിറ്റ് ആയിരുന്നു. അപ്പൊ ഇതിനും ആ ഒരു സംഭവം വർക്ക്ഔട്ടായി. അപ്പം നിങ്ങൾ തമ്മിൽ ഈ സെറ്റിലിരിക്കുമ്പോൾ ഒരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ചോദിച്ചു നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ ഹിറ്റ് ആണോ, ചിലപ്പോൾ ഇത് ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഞങ്ങള് തമ്മിൽ ഇരിക്കുമ്പോ ഈ സിനിമയെ ഡിസ്കഷനിൽ വരാറില്ല. കാരണം ബിജേട്ടൻ അങ്ങനത്തെ ഒരാളാണ്. ബിജേട്ടന് ഈ ഒത്തിരി നമ്മൾ പ്രഷറുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഭയങ്കര അടുത്തതിനെ പറ്റി പ്ലാൻ ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്കഷൻസോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ബിജേട്ടൻ ഇങ്ങനെ എപ്പോഴും ഒരു ഫൺ ആയിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. അപ്പൊ അധികവും നമ്മള് അങ്ങനെ സിനിമ വൈസ് അല്ലെങ്കിൽ ഒരു നല്ല സിനിമ കണ്ടു അത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ബിജേട്ടന് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പൊ അത് എപ്പോഴും ബിജേട്ടൻ്റെ കൂടെ ഉള്ളതെല്ലാം ഭയങ്കര ഫൺ, എന്താ പറയാ, ലാഫ് ലൈറ്റർ മൊമെന്റ്സ് ആണ്. ഇപ്പം അരുണാണെങ്കിൽ മറ്റേ ഇപ്പൊ ചാവേറ് ചെയ്യുന്നു, അങ്ങനെ ലൈക്ക് ഒരു ഫുൾ ഫൈറ്റ് ആക്ഷൻ ഒരു മൂടെ ചെയ്യുന്ന. ഇനി ഒരു ജോൺറ ഏത് തെരഞ്ഞെടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയില്ല. നമുക്ക് അത് മാത്രമല്ല, നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു മാജിക് റെസിപ്പി പോലെയാണ്. നമുക്കത് തിയേറ്ററിൽ വന്ന് പ്രേക്ഷകർ ആദ്യ ദിവസത്തെ പ്രേക്ഷകർ തീരുമാനിക്കുന്നിടത്താണ് ഇതിന്റെ വിജയ പരാജയങ്ങളൊക്കെ. നമുക്ക് വർക്ക്ഔട്ട് ആവുന്ന സബ്ജക്ട്, നമുക്കത് തിയേറ്ററിൽ പോയി കാണാൻ തോന്നുന്ന, അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന വിഷയങ്ങൾ സമീപിക്കാനുള്ളത്. അതിപ്പം അത് ഏത് ജോണറിലായാലും. ഇപ്പൊ എനിക്കങ്ങനെ ഇന്നതില്ല. എനിക്ക് തിയേറ്ററിൽ എന്നെ എൻജോയ് ചെയ്യുന്ന എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ജോണറാണ്. ഇപ്പം കാര്യം പറഞ്ഞിട്ടുണ്ടായി, അതായത് പേടിയുണ്ട് ഓരോ പടങ്ങളും കമ്മിറ്റ് ചെയ്യുമ്പോൾ, ലൈക്ക് ഇത് വർക്ക് ആവോ വർക്ക് ആവില്ല, ആ ഒരു പേടിയുണ്ട്. ഇപ്പൊ പറഞ്ഞിട്ട് ലൈഫിൽ തന്നെ ഞാൻ ഇത്ര ഒരു ബഡ്ജറ്റ് ഉള്ള ഒരു പടം അല്ലെങ്കിൽ ഇത്ര ഒരു വാസ്റ്റ് ഒരു കാസ്റ്റ് ഉള്ള ഒരു പടം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഈ ഒരു പടം കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഗട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ത്രൈവ് എന്തായിരുന്നു? അത് രണ്ട് കാര്യങ്ങൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ഇതിന്റെ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത രീതി. ഒരു സിനിമ പോലെ പറയുമായിരുന്നു, ആ സ്ക്രിപ്റ്റ് അല്ല ഇതിന്റെ സിനിമയുടെ ഫൈനലിലേക്ക് വരുമ്പോൾ സംഭവിച്ചതെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഒരു ഹുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ജിസ്സിലുള്ള എന്റെ വിശ്വാസം, ഇത് രണ്ടും ഈക്വലി അതിനൊരു ഫാക്ടർ ആയിട്ടുണ്ട്.